സ്നേഹമുള്ളവരെ, ലോക അവസാനത്തെ പറ്റിയുള്ള ചിത്രങ്ങളും രചനകളുമൊക്കെ പല മനുഷ്യർക്കും ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ടാണ് അർമഗഡോൺ, മാട്രിക്സ്, ടെർമിനേറ്റർ പോലെയുള്ള സിനിമകൾ പലർക്കും ഇഷ്ടമുള്ളത്. പക്ഷേ ഇത് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നമാണ്. കാരണം അവസാനം എന്നുള്ളത് നമ്മിൽ ഭയം ഉളവാക്കുന്ന ഒന്നാണ്. ബൈബിളിലും ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ദൈവം അല്ലെങ്കിൽ സഭ അതുകൊണ്ട് മനുഷ്യരിൽ ഈ ഭീതി ജനിപ്പിക്കുകയാണോ? എന്തിനാണ് ഈ കഥകൾ? അവയുടെ അർത്ഥമെന്താ? അവയുടെ ലക്ഷ്യമെന്താ? തീർച്ചയായിട്ടും ഇവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ വായനകളുടെ സന്ദർഭം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ലോകാവസാനത്തെ പറ്റിയുള്ള വായനകൾ, അന്ത്യവിധിയെ പറ്റിയുള്ള വായനകൾ, അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം, ഇവയൊക്കെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുകയുള്ളൂ. നമുക്കറിയാം, ഭാഷ എന്നത് നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാനായിട്ടുള്ള ഒരു മാധ്യമമാണ്. നമ്മൾ നല്ല ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ സന്തോഷമുള്ളതായിരിക്കും. എന്നാൽ പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ ഈ ഒരു അനിശ്ചിതത്വത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള വികാരം ഉണ്ടായേക്കാം. ബൈബിളിലെ വായനകളും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഓരോ പുസ്തകത്തിൻ്റെയും രചയിതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. എങ്കിലും ഈ എഴുതിയ ഓരോരുത്തരുടെയും മാനുഷികമായിട്ടുള്ള അവസ്ഥകൾ, അവരുടെ വികാരങ്ങൾ കൂടി പലപ്പോഴും ഈ രചനകളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഇന്നത്തെ ഒന്നാമത്തെ വായനയും സുവിശേഷവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിന് ശേഷം ജെറുസലേം റോമക്കാരാൽ ആക്രമിക്കപ്പെടുകയാണ്. അവരുടെ ദേവാലയം തകർക്കപ്പെടുന്നു. യഹൂദന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെടുന്നു. ഇതേ സമയം തന്നെ ആദ്യത്തെ ക്രിസ്ത്യാനികൾ അവരും പീഡനം അനുഭവിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെ പലരും പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത്. എന്തിന്? ക്രിസ്ത്യാനികളെ അവരുടെ ഈ ഒരു അവസ്ഥയിൽ ശക്തിപ്പെടുത്തുവാൻ, അവർക്ക് പ്രത്യാശ നൽകുവാൻ. കാരണം അവർ വിശ്വസിച്ചു, വേദന നിറഞ്ഞ ഈ ലോകത്തിന് ഒരു അന്ത്യം ഉണ്ടാകണമെന്ന്. ക്രിസ്തു ഉടനെ വരും രക്ഷകനായിട്ട്. ആ തലമുറ അതിൽ വിശ്വസിച്ചിരുന്നു. കാരണം അത്രയേറെ പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ഈ അവസാനം പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഒരു പ്രത്യാശ, ഈ ഒരു വിശ്വാസമാണ് അവർക്ക് ശക്തി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ അവസാനം എന്ന് പറയുമ്പോൾ അതൊരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ജീവനുള്ള, തുടക്കമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. അതൊരു സ്വാഭാവിക നിയമമാണ്, പ്രകൃതിയുടെ നിയമമാണ്. വിശ്വാസികളും തീർച്ചയായിട്ടും മരിക്കും. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ഇവരുടെ മരണം, ഇവരുടെ അവസാനം ഒരു പുതിയ തുടക്കമാണ്. ദൈവത്തിൻ്റെ നിത്യതയിലുള്ള പുതിയ ജീവിതം. ലോകം കടന്നുപോയാലും എൻ്റെ വാക്കുകൾ കടന്നു പോകില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ ഈ നിത്യനായിട്ടുള്ള ദൈവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അവസാനമില്ല, ദൈവത്തിനും അവസാനമില്ല. ഈ ഒരു വിശ്വാസത്തിൽ, ഈ ദൈവത്തിലായിരിക്കുന്ന മനുഷ്യർക്കും അവസാനമില്ല. ഈ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോഴാണ് യുദ്ധങ്ങളും ജീവിതത്തിലെ വേദനകളും ദുരിതങ്ങളും അവഹേളനങ്ങളുമൊക്കെ നമുക്ക് ഒരു പ്രശ്നം ആയിട്ട് മാറാതിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതെ, ദൈവം പറയുന്നു, ജീവിതത്തിലെ ദുരിതങ്ങൾ എന്നും എന്നേക്കുമുള്ളതല്ല. ദൈവത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവൻ, ദൈവത്തിൽ മരിക്കുന്നവൻ, അവന് അവസാനമില്ല. അവൻ്റെ അന്ത്യം പ്രതീക്ഷയില്ലാത്തതല്ല. കാരണം ദൈവമാണ് അവൻ്റെ പ്രത്യാശ.
സ്നേഹമുള്ളവരെ, ഈ ഒരു ധൈര്യത്തിൽ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ നമുക്ക് പരസ്പരം ശക്തിപ്പെടുത്താം. അതിന് നിത്യനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.